ഹേ എവരിവൺ, ഇറ്റ്സ് മീ മറിയം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു ചെറിയൊരു എക്സസൈസ് റൊട്ടീനും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ക്രച്ചസ് പിടിച്ച് നടക്കുന്നതും ആഹ്, ഒക്കെ. അപ്പോൾ എൻ്റെ ലെഗ്സിൻ്റെ മസിൽസ് ഒക്കെ ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ബലമില്ല. എഴുന്നേറ്റ് നിക്കാനൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ചായിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എക്സർസൈസാണ്. അല്ലാതെ വെയിറ്റ് ലോസോ കാര്യങ്ങളോ ഒന്നുമല്ല. എൻ്റെ ഒരു റിഹാബാണ്. പ്രോപ്പർ റിഹാബാണ്. അപ്പൊ ഇതിലെനിക്ക് കുറച്ച് എക്സർസൈസ്, അതായത് കുറേ തരം എക്സർസൈസുകളൊന്നുമല്ല. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ലോവർ ലിംബ്, അതായത് ലെഗ്സിന്റെ സ്ട്രെങ്തനിങ് ആണ്. അപ്പൊ ആ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഫുൾ ബോഡി വർക്കൗട്ടും കൂടി ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അതിന്റെ കൂടെ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ സ്ട്രെങ്തനിങ് മാത്രമല്ല, എൻ്റെ മൈൻഡ് റിലാക്സ് ആവാനും എൻ്റെ ഹെൽത്ത് ഇഷ്യൂന്ന് റിക്കവർ ആവാനും ഒക്കെയാണ്. അപ്പൊ ഇപ്പൊ ചിലവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ അത് ഞാൻ വഴിയെ പറയാം. അതിന്റെ ഒപ്പം തന്നെ ഏഹ് ഇപ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾ കുറേ പേര് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമയിലൂടെയോ ഒക്കെ കടന്നു പോണവരുണ്ടാവും. അപ്പോ അതൊരിക്കലും ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കരുത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽന്ന് പറയുകയാണെങ്കിൽ, ഒരു ട്രോമ വന്ന് അയ്യോ ഇങ്ങനെ ആയി പോയല്ലോ, ആ മൊമെന്റ് അങ്ങ് നമ്മള് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് ലൈഫിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളെടുക്കും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. ടൈം എടുക്കുക. നിങ്ങൾ എത്രത്തോളാണെങ്കിലും ടൈം എടുക്കുക. നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവണന്ന് വരെ നിങ്ങൾ കരയാൻ തോന്നിയ കരയുക, ആരോടെങ്കിലൊക്കെ പറയാൻ തോന്നിയ പറയുക. ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതിൻ്റെ ഒപ്പം തന്നെ അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ നന്നായിട്ട് വീണ്ടും ഒരു പഴയ പോലെ ആക്കണമെങ്കിൽ കുറച്ച് വർക്കൗട്ടും പിന്നെ വേണമെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നതും എല്ലാം വളരെ നല്ലതായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. എനിക്കിപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 to 6 അല്ലെങ്കിൽ 7 ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെയും പോകുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഞാനിപ്പം എൻ്റെ മൈൻഡിനോട് പറയുന്നത്, ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇത് ഇതിന്ന് എന്തായാലും റിക്കവർ ആവും. ഇനി അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നാലും അതിനുള്ള ഒരു പവറും കാര്യങ്ങളും നിന്റെ ബോഡിക്കുണ്ട്. നീ ഒരിക്കലും തളർന്നു പോവില്ല. അതുപോലെ തന്നെ എനിക്ക് ഓരോരുത്തരോടും പറയുന്നത്, ഇപ്പൊ ഓരോ ട്രോമ കഴിഞ്ഞ് വരുന്നവരും ഓരോ ട്രോമയിലൂടെ പോകുന്നവരും ഒക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അതിന്റെ ആ ഒരു പെയിനൊക്കെ എൻജോയ് ചെയ്യുക. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെയിനിന്ന് നമുക്ക് കിട്ടുന്ന ലെസൺസ് ഒക്കെ ഭയങ്കര വാല്യുബിൾ ആണ്. നമുക്കിനി മുന്നോട്ട് ജീവിക്കാനും ഒക്കെ. നമ്മളെ യൂണിവേഴ്സ്, നമ്മുടെ ദൈവം എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് പവറ് നമ്മളെ റൈറ്റ് പാത്തിലേക്ക് ആക്കുന്നതാണ്. നമ്മള് വിചാരിക്കും, അയ്യോ എന്താ എൻ്റെ ലൈഫ് മാത്രം ഇങ്ങനെ, ബാക്കി എല്ലാവരും സന്തോഷിച്ചിരിക്കണേ. ഇല്ല, എല്ലാവരുടെ ലൈഫിലും ഓരോ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ചിലവരൊക്കെ അതങ്ങ് ഓക്കെ, ഇനി എനിക്ക് പറ്റില്ല, അതോടെ നിർത്തി, എന്താ പറയാ, ഇനി എനിക്ക് അത് ഓടിപ്പോവാനോ, ആ പ്രശ്നം ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കാണ്ട് ഓടിപ്പോവും. അതിൻ്റെ ഉള്ളീന്ന് അതെങ്ങനെയെങ്കിലൊക്കെ, ഇപ്പൊ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞു, അത് മറക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ പ്രേമിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മള് അത് ഫേസ് ചെയ്യണം. ആ ഒരു ടൈം എടുത്ത് നമ്മുടെ ബോഡി, നമ്മുടെ മൈൻഡ് ഉള്ളിൽ വന്ന ഓരോ സ്കാറും ഹീൽ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കുറച്ച് എക്സസൈസ്, നമ്മളൊരു കൗൺസിലിംഗ് എടുക്കുക. ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ എക്സസൈസ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എൻ്റെ ബോഡി മാത്രല്ല, എൻ്റെ മൈൻഡും കൂടി ഹീൽ ആവണം. എനിക്ക് ഇത്രയും വന്ന് ഇതിന്റെ ഉള്ളിൽ നിന്നെല്ലാം ഞാൻ റിക്കവർ ആവണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം, അല്ലേ? അപ്പൊ ഞാൻ തന്നെ എക്സസൈസ് ചെയ്യുക, ഞാൻ തന്നെ എൻ്റെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് നമ്മൾ ഇതുവഴി നമ്മുടെ ബോഡിയുടെ സ്ട്രെസ് എല്ലാം കുറയ്ക്കും. എല്ലാവർക്കും അറിയുന്നതാണ്. ആ സ്ട്രെസ് കുറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം ശരിയാവും. ഇപ്പോ ചിലവർക്കൊക്കെ
കണ്ടിട്ടുണ്ടാവും. ചില ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനീന്ന് അവർക്കൊരു ധൈര്യം എവിടുന്നോ കിട്ടി എഴുന്നേറ്റ് നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാ. നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മുടെ എനർജീനെ വെക്കണോ, അതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഔട്ട്കം, അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. അല്ലാതെ നമ്മള് ഒരിക്കലും തളർന്നു പോവരുത്. ഒരിക്കലും കൈവിടരുത്. നമ്മുടെ ഒരു നമുക്ക് തീർന്നു പോയല്ലോ എന്നില്ല. നമുക്ക് അത് കഴിഞ്ഞിട്ടാ ശരിക്കും നമ്മുടെ റിയൽ ലൈഫ് തുടങ്ങുന്നത്. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമ്മളെ റൈറ്റ് പാത്തിലേക്ക് ആക്കുന്നതാണ്. അത് കഴിഞ്ഞാണ് ദൈവം എന്താ പറയാ, നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും തരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇതൊരു ഏതൊരു ഇതില് കടന്നു പോകുമ്പോഴും ഒരു ബ്ലെസ്ഡ് മൊമെന്റ് ആയിട്ട് എടുക്കുക. നമ്മുടെ ലൈഫിന്ന് ചിലപ്പോ നമുക്ക് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവര് നമ്മളെ വിട്ടേച്ച് പോവും. അതിന്റെ കൂടെ നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് എടുക്കുക അല്ലെ? നമ്മള് ശ്രദ്ധിച്ചാ മതി. ചിലപ്പോ ഏറ്റവും അടുത്ത് നിന്ന ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെ ഇട്ട് ആ സമയത്ത് നമ്മളെ കൈവിട്ട് പോകുന്നത്. നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യും അല്ലെ? ഇനി ഒരു അതായത് നമ്മള് വിചാരിക്കും പിന്നെ നമ്മുടെ ലൈഫ് ആരാ നമ്മളാ ഡിസൈഡ് ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനായിട്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. പിന്നെ ഇനിയിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ എക്സസൈസ് ആണ്. കുറച്ച് എക്സസൈസ് ആണ്. ഞാൻ വെയിറ്റ്സ് ഒക്കെ എടുത്ത് വെച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഈ എക്സസൈസ് കണ്ടിട്ട് ആരും നാളെ പോയി ഇത്രയും വലിയ വെയിറ്റ് എടുക്കരുത്. അവിടെ ഇഞ്ചുറി ഉണ്ടാവും. പിന്നെ ആ ഇഞ്ചുറി സോൾവ് ചെയ്യാനായിട്ട് കുറച്ചധികം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. സോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരണമെന്നുള്ളൂ. എൻ്റെ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. നമുക്കിനി എക്സസൈസിലേക്ക് നോക്കാം.